മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന് 84 വയസ്സായി. ശതാഭിഷിക്തനാകുന്ന പ്രിയപ്പെട്ട തമ്പിച്ചേട്ടന് ABC-യുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മലയാളത്തിൻ്റെ വലിയൊരു കവിയും സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലയില്ല. അദ്ദേഹത്തിന് ഞാൻ എല്ലാ ദീർഘായുസ്സും നേരുന്നു. 84 വെറും ഒരു നമ്പർ മാത്രമായിരിക്കട്ടെ. ശ്രീകുമാരൻ തമ്പി യാത്ര തുടരട്ടെ. പക്ഷേ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് സൈമിൾട്ടേനിയസ് ഓർമ്മ വരുന്ന വേറൊരു കവിയും, എന്നാൽ ആ കവിതയ്ക്ക് ഒരുപാട് പരിമിതികളൊക്കെ വന്നു RSS പ്രചാരകനായതുകൊണ്ട്. അതായിരുന്നു P. പരമേശ്വരൻ. ഇവരെ ഞാൻ ഓർക്കാനൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ വായിൽ ചില ദിവസം ഒരു പാട്ടങ്ങ് രാവിലെ കയറിയാൽ അതങ്ങിരിക്കും, അത് വൈകുന്നേരം വരെ അങ്ങ് പോകും. ചിലപ്പം 3-4 ഒരാഴ്ച വരെ നമ്മൾ ഓർക്കിച്ച് ഇത് തന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. അത് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചാൽ മാറില്ല. അത് തന്നെ സ്പെയർ ടൈം കിട്ടുമ്പോഴെല്ലാം ഇത് വന്നുകൊണ്ടിരിക്കും. ഇതൊരു സിനിമയിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത ആൾ കുതിരവട്ടം പപ്പുവാണ്. കുതിരവട്ടം പപ്പു സിനിമ ഏതാണെന്ന് ഞാൻ മറന്നുപോയി, പക്ഷേ ആ സീൻ എനിക്ക് ഓർമ്മയുണ്ട്. ഓട്ടോ ആണെന്ന് തോന്നുന്നു, ചീട്ട് കളിക്കുന്നു. അപ്പോൾ കുതിരവട്ടം പപ്പു ചീട്ട് കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ണീർ കായലിലേതോ ഒരു വെടി, പിന്നെ അത് കണ്ണീർ കായലിലല്ല ഞമ്മൻ്റെ കടലാസിൻ്റെ തോണി. ഇങ്ങനെ തോക്കുമ്പോഴും ജയിക്കുമ്പോഴും കുതിരവട്ടത്തിൻ്റെ മുഖത്ത് ആ വ്യത്യാസം വരും. ഈ പാട്ടിൽ കണ്ണീർ കായലിൽ ഏതോ എന്നുള്ളത് കണ്ണീർ കായലിൽ അള്ള എന്ന് മാറുകയും ഗതികടിലായി കഴിയുമ്പോൾ അല്ല. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. സുനിലിനും സംഭവിക്കും, എനിക്ക് സംഭവിച്ചത്. അങ്ങനെ ഒരു ദിവസം എൻ്റെ വായിൽ കയറിയ പാട്ട് ഇതായിരുന്നു. ഈ നീ ഉറങ്ങുന്ന നിരാലംബ ശയ്യയിൽ. ഞാനന്ന് വിചാരകേന്ദ്രത്തിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം ഞാൻ പരമേശ്വരിയെ കാണാനായിട്ട് പരമേശ്വരിയുടെ മുറിയിൽ കയറിയപ്പോഴും ഈ സാധനം പാട്ട് വന്നുകൊണ്ടിരിക്കുക, നീ ഉറങ്ങുന്ന നിരാലംബ. അപ്പോൾ പരമേശ്വരി ചോദിച്ചു, എന്താ മോഹൻദാസ്, ഏതോ സിനിമാ പാട്ടാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, പരമേശ്വരി ഞാൻ ഒരു ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. പലരോടും ചോദിച്ചിട്ട് അതിന് ഉത്തരം കിട്ടുന്നില്ല. ഇപ്പം ഞാൻ പാടിയത് ശ്രീകുമാരൻ തമ്പി എഴുതിയ സിനിമാ പാട്ടിലെ വരിയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹം ഈ സിനിമാ പാട്ടൊന്നും അധികം കേൾക്കാറൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇത് സിനിമാ പാട്ടാണ്. ഇങ്ങനെ ഇതിൽ നിരാലംബ ശയ്യ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. കാമുകൻ കാമുകയെപ്പറ്റി പാടുന്നതാണ്. അപ്പോൾ നിരാലംബ ശയ്യ എന്ന് പറഞ്ഞാൽ എന്താ പരമേശ്വരി? ഈ കാലില്ലാത്ത കാട്ടില, അതാണല്ലോ നിരാലംബ ശയ്യ. ഒരു ആലംബമില്ലാത്ത ശയ്യ, ഇത് പൊത്തൊന്ന് താഴെ വീഴുമല്ലോ. അപ്പോൾ പരമേശ്വരി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, അത് മേഘത്തിൽ ഉറങ്ങുന്ന കാമുകി, വെള്ളമേഘത്തിൽ. അപ്പം ഞാൻ അമ്പട, ഇതാണ് ഭാവന എന്ന് പറയുന്നത്. ഇതേ ചോദ്യം ശ്രീകുമാരൻ തമ്പിയോട് ചോദിച്ചിരുന്നു പലരും. അത് പിൽക്കാലത്താണ് ഞാൻ വായിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി പറഞ്ഞു, നിരാലംബ ശയ്യ എന്ന് പറഞ്ഞാൽ ആ കാമുകിയുടെ നിരാലംബത്വമാണ്. ആ നിരാലംബ കാമുകി, അവളുടെ ശയ്യ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെയാണ്. പക്ഷേ അതിനേക്കാൾ എത്ര മനോഹരമായ എക്സ്പ്ലനേഷനാണ് P. പരമേശ്വരൻ. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശ്രീകുമാരൻ തമ്പി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ, അത് വായിക്കാനോ ആസ്വദിക്കാനോ കഴിയുന്നവർക്ക് അതിൻ്റെ ഡയമെൻഷൻ വളരെ ഉയരത്തിലെത്തിക്കാൻ പറ്റും. അതാണ് P. പരമേശ്വരൻ ചെയ്തത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇത്ര ഭംഗിയുള്ളൊരു വ്യാഖ്യാനം വേറെ ആരും ചമച്ചതായിട്ട് എനിക്കറിയില്ല. ഞാൻ പരമേശ്വരിയോട് പറഞ്ഞു, ഞാൻ വയലാറിൻ്റെ ശ്രീകുമാരൻ തമ്പിയുടെയൊക്കെ സിനിമാ ഗാനങ്ങൾ കൊണ്ടുവന്ന് തരാം, പരമേശ്വരി ഒരു ആസ്വാദനം എഴുതണം എന്ന് പറഞ്ഞു. അദ്ദേഹം RSS പ്രചാരകൻ അതിൻ്റെ തിരക്ക് ചിട്ടയൊക്കെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്കതൊന്നും സാധിക്കില്ല കുട്ടി. ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ പരമേശ്വരിക്ക് സാധിക്കുള്ളൂ. അപ്പോൾ വയലാറിനെ ഞാൻ കൊടുക്കാൻ കാര്യം, ചെയ്യണമെന്ന് പറയാൻ കാര്യം, ചേർത്തല ബോയ്സ് സ്കൂളിലാണ് വയലാർ രാമവർമ്മയും പരമേശ്വരിയും പഠിച്ചത്. അപ്പം അന്നത്തെ കവിതാ മത്സരത്തിൽ പരമേശ്വരിക്ക് 1ാം സ്ഥാനവും വയലാറിന് 2ാം സ്ഥാനമായിരുന്നു. കോളുകൊണ്ട വേമ്പനാട് ഇതായിരുന്നു P. പരമേശ്വരൻ്റെ കവിത. അതിന് 1ാം സ്ഥാനവും വയലാറിന് 2ാം സ്ഥാനവുമായിരുന്നു. പക്ഷേ പരമേശ്വരജി ഒരിക്കലും അത് അവകാശപ്പെട്ടിരുന്നില്ല.
അന്ന് അങ്ങനെ ചെറുപ്പത്തിൽ സ്കൂളിൽ സംഭവിച്ചു എന്നുള്ളതല്ലാതെ വയലാർ വലിയൊരു കവിയാണ്. ഞാനും വയലാറും തമ്മിൽ യാതൊരു താരതമ്യമില്ല. സ്കൂളിലെ മത്സരത്തിൽ ചെറുപ്പത്തിൽ അപ്പോഴെഴുതിയ വരികൾ അത് എക്സ്റ്റെമ്പോർ എഴുതുന്നതാണില്ല. ഇവരെ ഹാളിൽ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ആ, അപ്പോൾ അതിൽ കിട്ടിയ സമ്മാനം എന്ന് പറഞ്ഞാൽ അതൊരു ക്രാഫ്റ്റാണ്. അതൊരു വലിയ കാര്യമൊന്നും ആക്കരുത്, എന്നെ വയലാറുമായിട്ട് താരതമ്യം ചെയ്യരുത് എന്ന് പി പരമേശ്വരൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാൻ ശ്രീകുമാരൻ നമ്പിയെ പറ്റി ഓർക്കുമ്പോൾ പി പരമേശ്വരനെ ഓർക്കാൻ കാര്യം. ശ്രീകുമാരൻ നമ്പിയുടെ വരികൾക്ക് അദ്ദേഹം കൊടുത്ത മാനമുണ്ടല്ലോ, അത് വളരെ വലുതായിരുന്നു. അല്ല, ഈ തമ്പിച്ചേട്ടൻ എഴുതുന്ന കാലം എന്ന് പറയുന്നത് വയലാർ, ഭാസ്കരൻ മാഷ്, ONV ഇവരൊക്കെ മലയാള കവിതയും ചലച്ചിത്ര ഗാന ശാഖയുമൊക്കെ ഇങ്ങനെ കൈയടക്കി വെക്കുന്ന കാലത്താണ് ഒരു പുതിയ എഴുത്തുകാരൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാവ്യമധുരമായ വരികളിലൂടെയാണ് ഇവർക്കൊപ്പമോ ഒരു വേള അതിനെയും വെല്ലുന്ന തരത്തിലേക്ക് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ എഴുതി വന്നത്. മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തെ ഇങ്ങനെ നേരിട്ട് സ്പർശിക്കുന്ന ഒരുപാട് വരികൾ, വേദാന്തവും ഇപ്പോൾ ബന്ധുവാര് ശത്രുവാര് എന്ന് മനസ്സിൽ ചോദിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജീവിതത്തിലെ ഒരു സ്വകാര്യതയാണ്. എൻ്റെ വിവാഹമൊക്കെ നിശ്ചയിച്ചു. ഇപ്പോൾ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയായിട്ട് വന്ന് ജയലക്ഷ്മി പോയി ഡ്രസ്സ് എടുക്കാൻ പോയി. ഞാൻ നാണം കെട്ടുപോയ കേസാണ്. അപ്പോൾ എൻ്റെ വായിൽ വന്ന പാട്ട് ചന്ദ്രികയിലരിയുന്നു ചന്ദ്രകാന്തം എന്നുള്ളായിരുന്നു. അന്ന് മുഴുവൻ നാണം കെട്ട് നാശമായിപ്പോയി. അല്ല, അതിൽ നാണം കെടാനൊന്നുമില്ല. ഇത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ മലയാളികൾക്കും, എല്ലാ മനുഷ്യർക്കും. ഞാൻ ഉത്തരേന്ത്യയിലായിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഹിന്ദിക്കാരൊക്കെ ഉണ്ടല്ലോ, ഹിന്ദി മറാഠി, ഇവരൊക്കെ കിഷോർ കുമാറിൻ്റെ അല്ലെങ്കിൽ മുഹമ്മദ് റഫിയുടെ, ഞങ്ങളൊക്കെ എഞ്ചിനീയർമാരായിരുന്നു അന്ന്. സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇങ്ങനെ സ്ക്രൂ മുറുക്കുമ്പോൾ മേരി മുഹബത്ത് ഇങ്ങനെയാണ് സ്ക്രൂ മുറുക്കുന്നത്. അപ്പോൾ ഈ സൂക്കേട് വ്യാപകമായൊരു സൂക്കേടാണ്. ഞാൻ പിന്നീട് എനിക്കിത് ഫീൽ ചെയ്യുന്നത്, ഈ ജീവിതം ഒരു പെൻഡുലം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്തപ്പോൾ പലതും വായിച്ച് കരഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഈ ഒരു സംഭവം അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിനൊരു കാമുകിയുണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് അദ്ദേഹം സ്നേഹിച്ചവർ. അപ്പോൾ അതുള്ളപ്പോൾ തന്നെ ഇദ്ദേഹം എങ്ങും എത്തിയിട്ടില്ല. ഒരു എൻജിനീയറിംഗ് ഡിഗ്രി, സിവിൽ എൻജിനീയറിംഗ് കയ്യിലുണ്ട്, ചെറിയൊരു ജോലിയുണ്ട്. അത് കളഞ്ഞിട്ട് മദ്രാസിൽ പോയാലും, ചുരുക്കി പറഞ്ഞാൽ കാലുറയ്ക്കാത്ത ഒരു ചെറുപ്പക്കാരൻ. ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഇയാളോട് പറയുന്നു, അവർ ഒരു സ്കൂളിലെ ടീച്ചറാണ്, നീ ഇങ്ങനെ കാത്തിരുന്നാൽ അയാൾ ഉണ്ടാവില്ല കേട്ടോ അവസാനം. അയ്യോ അതെന്താ? അയാൾക്ക് വേറൊരു അഫെയറൊക്കെ ഉണ്ട് സ്കൂളിൽ, എനിക്ക് നേരിട്ടറിയാം. ശ്രീകുമാരൻ തമ്പി പറഞ്ഞു, നോ, അയാളത് ചെയ്യില്ല, അത്രയ്ക്ക് എനിക്ക് ട്രസ്റ്റുണ്ട് അയാൾ. പക്ഷേ അയാളത് ചെയ്തു. അയാൾ കത്തയച്ചു, ഇത് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീകുമാരൻ തമ്പി എങ്ങും അല്ലാതെ പോയി. ആ ചിത്രം മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നതാണ്. നടുവെയിലത്ത് ഈ കത്തും കയ്യിൽ പിടിച്ചിട്ട് ഒരു നിലനിൽപ്പ് പോലും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ. അന്ന് ശ്രീകുമാരൻ തമ്പി അറിയപ്പെടുന്ന കവിയേ അല്ല, പിന്നെ വേണമല്ല അറിയപ്പെടാൻ. 1-2 കവിത അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ടൊക്കെയുണ്ട്. ആ അവസ്ഥയിൽ ശ്രീകുമാരൻ തമ്പി നിന്ന് പൊരിവെയിലത്ത്. അത് കഴിഞ്ഞിട്ടും അത് മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന ആ ദുഃഖം ഇന്നും ഒരു ഈ പാട്ടിൻ്റെ ശ്രുതിയുണ്ടല്ലോ പുറകിൽ, എല്ലാ പാട്ടിനും ഒരു ശ്രുതിയുണ്ട്. ശ്രീകുമാരൻ നമ്പിയുടെ ജീവിതകഥയുടെ ശ്രുതിയായിട്ട് ഈ ഭഗ്നപ്രണയം നിൽക്കുന്നു. ഒരു പാട്ട്, ഒരു കവിതയുണ്ട്, മംഗളം നേരുന്നു ഞാൻ. അത് സിനിമാ പാട്ട്, അതൊരു ലോ ലെവൽ ഇതാണ്. ശ്രീകുമാരൻ നമ്പി എഴുതിയത് കവിതയാണ്. ശ്രീകുമാരൻ നമ്പിയുടെ കവിതകൾ പലതും അറിയപ്പെടുന്നില്ല, സിനിമാ പാട്ടുകളാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം മലയാള നാട്ടിൽ എഴുതിയ ഒരു കവിത എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഒരിക്കൽ മാത്രം വീണ്ടും എന്നെ നീ ഓർക്കും, മനോവിയത്തിൽ ഘനീഭൂത ദുഃഖ നീരതമായി ഞാൻ പറക്കും, പിന്നെ കണ്ണീർ മഴയായി പെയ്യും പ്രേമസുഖത്തിൻ മരീചികയായ നിൻ കടക്കണ്ണിൽ. ഒരിക്കൽ നീ എന്നെ ഓർക്കും. ആരോടാ പറയുന്നത്? അതിന് ശേഷമുള്ള വരി നോക്കുക. ക്രൂരമാം കൊടുങ്കാറ്റിൻ കൈകളിൽ അകപ്പെട്ട പേലവലതാഗ്രഹം പോലെ നമ്മുടെ ബന്ധം, ഘോരാന്ധകാരത്തിൻ്റെ ഭീകരഗർത്തങ്ങളിൽ താഴവേ കരിമുട്ടും തളിരും കൊഴിയവേ
ഒക്കെയും വിധിയെന്ന് ചൊല്ലി നീ കാറ്റിൻ ഗതിക്കൊത്തു നിൻ പക്ഷം നന്നേ വിരുത്തി പറന്നില്ലേ. എതിരെ പറക്കുവാൻ ആശിച്ച് തകർന്നൊരൻ ചിറകിൽ നിൻ ചുംബനപ്പാടിൽ നിൻ നിഴൽ വീണു. അവളിങ്ങനെ ആകാശത്തൂടെ പറക്കുന്നു. ഞാൻ പരാജയപ്പെട്ട് എവിടെയാണോ നീ ചുംബിച്ചത് താഴെയായിപ്പോയി നിൻ്റെ നിഴൽ ആ ചുംബനപ്പാടിൽ വീഴുന്ന കവിത. ഇത്ര ഹൃദയാമർജകമായ കവിത ഞാൻ വേറെ വായിച്ചിട്ടില്ല. അത് ശ്രീകുമാരൻ നമ്പിയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ നമ്മുടെ ആൽബത്തിൽ ഇറങ്ങിയ പാട്ടാണ്. രവീന്ദ്രൻ സംഗീതം കൊടുത്ത് യേശുദാസ് പാടിയത്. മുടിപ്പൂക്കൾ വാടിയ എന്തോമനെ നിൻ ചിരിപ്പൂക്കൾ വാടരുതെന്നോമനെ. ഗംഭീരമായ പാട്ടാണ്. ഗംഭീരമായ പാട്ട്. മുഖമുട്ട് തളർന്നാലും തോമനെ നിൻ്റെ മനം മട്ടും മാഴുകരുതെന്നോമനെ. അത് അദ്ദേഹത്തിൻ്റെ ഒരു കരുതലാണ് ആ സ്ത്രീക്ക് വേണ്ടിയിട്ട്. ഞാൻ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുമൊന്നുമില്ല കേട്ടോ. അവരിപ്പോൾ ജീവിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഒന്നുമില്ല. ശരി, അവരവരുടെ ഒരു ഡിസിഷൻ എടുത്തു, ഫൈൻ. ബട്ട് ഇപ്പുറത്ത് ആ മുറിവേറ്റ മനസ്സ് ഇന്നും, അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻ മുകിൽ മാലകളിൽ ഇന്ദ്രധനുസ് എന്ന പോലെ ഈ നനഞ്ഞ മേഘങ്ങളുടെ ഇടയ്ക്ക് മഴവിൽ വിരിയുന്ന പോലെ ആ ഓർമ്മ കണ്ണുനീരിനിടയ്ക്കൂടെ ഇങ്ങനെ ആ ഓർമ്മ. എത്ര വർഷമായി എന്നാലോചിച്ചു നോക്കും. ഈ ഭഗ്നപ്രണയം തമ്പിച്ചേട്ടൻ്റെ എല്ലാ മിക്കവാറും സിനിമാ പാട്ടുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ജീവിതത്തിലെ പക്ഷേ എന്നാൽ പോലും പുള്ളി ആരോടും വിദ്വേഷം വെച്ച് പുറത്തുന്നില്ല. ആരോടും ആ സ്ത്രീയെ പറ്റി എഴുതുമ്പോൾ പോലും ഒരു മോശം വാക്ക് അദ്ദേഹം എഴുതിയിട്ടില്ല. അവരിപ്പോൾ എവിടെയാണെന്ന് എഴുതിയിട്ടില്ല. അവരുടെ ജീവിതത്തെ പറ്റി ഒരു കമൻറ്റും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ പോയി. പിന്നീട് ശ്രീകുമാരൻ നമ്പി അവരെ അന്വേഷിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയുക, അവരോടൊരു പ്രതികാരം ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കളിയാക്കുക, നത്തിങ്. മാത്രമല്ല ഈ ഒരു പാട്ട് ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. ഇലഞ്ഞി പൂമണം ഒഴുകി വരും എന്നുള്ള പാട്ട് അറിയാമല്ലോ. അതിൻ്റെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പാട്ട് ജർമ്മൻകാരിയോ വിദേശ ഒരു വനിത അവരിത് കേട്ടിട്ട് കേരളത്തിലേക്ക് വന്നു. ഈ പാട്ടിൻ്റെ മീനിങ് എന്താണെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് തമ്പിച്ചേട്ടനെ പോയി കണ്ടുവന്നും അവരിവിടെ താമസിക്കുന്ന വീടിൻ്റെ അവിടെ ഒരു ഇലഞ്ഞി വച്ചു പിടിപ്പിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആയിരിക്കും. അത്രയധികം മനോഹരമാണ് ആ പാട്ടും. അതിമനോഹരമായ ഗാനം. അതിൻ്റെ രസം അദ്ദേഹം തരക്കേടില്ലാതെ പാടും കേട്ടോ. ഇപ്പോഴും ഈ പ്രായത്തിലും ശ്രുതിഭംഗമില്ലാതെ പാടും. വയസ്സായതിൻ്റെ ചെറിയൊരു ഇടർച്ച ശബ്ദത്തിനുണ്ട്, പക്ഷേ ശ്രുതി തെറ്റില്ല. ഇപ്പോഴും അത് ചെയ്യും. അദ്ദേഹത്തോട് ചെയ്ത മഹാഭാവമാണ് ഈ കേരള ഗാനം എന്നൊക്കെ പറഞ്ഞവർ കാണിച്ചത്. അല്ല, മറ്റൊന്നുകൂടിയുണ്ട്. 1971 തമ്പിച്ചേട്ടന് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് കിട്ടുന്നത്. പിന്നെ 2011 അതിനിടയ്ക്ക് എത്രയോ പാട്ടുകൾ മലയാളി ഇങ്ങനെ നെഞ്ചേറ്റുന്ന പാട്ടുകളുണ്ടായിട്ടും 50 വർഷം അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നു. പിന്നെയും എത്രയോ കാലം കഴിയേണ്ടി വന്നു നമ്മുടെ മികച്ച സാഹിത്യകാരനുള്ള സംസ്ഥാനത്തിൻ്റെ സാഹിത്യ അക്കാദമിയുടെ ഒരു പുരസ്കാരം കിട്ടാൻ. സാഹിത്യ അക്കാദമി പുരസ്കാരം ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ടവർക്ക് കൊടുക്കുകയുള്ളൂ എന്ന് ഇന്നലെ അദ്ദേഹം TV-കാരോട് പറഞ്ഞു. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാനായിട്ട് വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അദ്ദേഹം ആ പാർട്ടിയിൽപ്പെട്ട ആളല്ല, അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച ഒരുപാട് അവസരങ്ങൾ. അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ തരികയാണെങ്കിൽ എനിക്ക് വേണം. ഞാൻ കഴിഞ്ഞ തവണ ഇപ്പം ഞാനൊരു ചെറിയ മനുഷ്യനല്ല, ബട്ട് വയലാർ അവാർഡ് കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതി, സാർ ഇത് വാങ്ങരുതായിരുന്നു. കാരണം പ്രഭാവർമ്മയ്ക്ക് വരെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ശ്രീകുമാരൻ തമ്പിയെ പരിഗണിക്കുന്നത്. അത് പൊളൈറ്റായിട്ട് എനിക്ക് അവാർഡ് വേണ്ട എന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ ഈ അയ്യപ്പ പണിക്കർ പണ്ട് ചെയ്തിരുന്നു. അയ്യപ്പ പണിക്കർക്ക് വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു. അദ്ദേഹം എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വയലാർ അവാർഡ് കമ്മിറ്റിയുടെ സെക്രട്ടറി ത്രിവിക്രമൻ നായർ ഇദ്ദേഹം വീട്ടിൽ ചെന്നു. അയ്യപ്പ പണിക്കർ സാർ കഥയൊക്കെ അടച്ചു. എന്നിട്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കയറി നിന്നു. ത്രിവിക്രമൻ നായർ റോഡിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സാർ ഇത് വാങ്ങണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ എന്നുറക്കെ പറഞ്ഞു. ഫസ്റ്റ് ഫ്ലോറിൽ കേൾക്കാം. അപ്പോൾ ഇദ്ദേഹം ഫസ്റ്റ് ഫ്ലോറിലെ ജനൽ തുറന്നിട്ട് പറഞ്ഞു, ത്രിവിക്രമൻ നായർ ആ അപേക്ഷ പിൻവലിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ എന്ന് പറയും. സാർ അങ്ങനെയൊക്കെ പറയരുത്. ത്രിവിക്രമൻ നായർ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് മാറണം, എനിക്ക് മണ്ണെണ്ണ മേടിക്കാൻ പോകാനുള്ളതാണ് എന്ന് പറഞ്ഞു. കാരണം എൻ്റെ വീട്ടിലേക്ക് മണ്ണെണ്ണ മേടിക്കുക എന്നുള്ളത് ആ വയലാർ അവാർഡിനേക്കാൾ വലിയ ജോലിയാണത് എന്ന്. അതാണ് പ്രധാനപ്പെട്ടത്. അതെ,
അത് ഇപ്പം ശ്രീകുമാരൻ തമ്പി അങ്ങനെ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടും. കുറേ കാലം മുമ്പ് ഈ കൊല്ലത്ത് വരുന്ന ഒരു സമാന്തര പ്രസിദ്ധീകരണമുണ്ട്, പച്ചമലയാളം. അതിൽ തമ്പിച്ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ ഹൃദയത്തിൽ കൊണ്ടൊരു വാക്കുണ്ട്: ഞാൻ നെറ്റിയിൽ ചന്ദനക്കുറി തൊടുന്നുകൊണ്ട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട്, ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു സത്യമാണ്, അതൊരു സത്യമാണ്. വാസ്തവത്തിൽ റിയൽ വയലാർ അങ്ങേരുടെ മനസ്സിലെങ്കിലും നെറ്റിയിൽ ഒരു ചന്ദനക്കുറി ഉണ്ടായിരുന്നു എപ്പോഴും. ബട്ട് ആ കുറി തൊടാൻ വയലാറിന് ധൈര്യം ഉണ്ടായില്ല. കാരണം അതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്ന വലിയൊരു സാമ്രാജ്യമാണ് വയലാറിന് തോന്നുന്നു. ബട്ട് ശ്രീകുമാരൻ തമ്പി ഫൈറ്റ് ചെയ്ത് സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി. ഇപ്പോഴും ശ്രീകുമാരൻ തമ്പിയുടെ വലിയൊരു ശതമാനം പാട്ടുകൾ വയലാർ എഴുതിയതാണെന്ന് ആൾക്കാർ ധരിക്കും. കാരണം അങ്ങനെ എഴുതുന്നു, അത് വയലാർ. ലുക്ക് അറ്റ് ഹിസ് പ്ലൈറ്റ്. ഈ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ വരികളാണ് അതെല്ലാം. അത് അറിയാതെ ആൾക്കാർ വയലാറിനങ്ങ് തീരെഴുതി കൊടുക്കുന്നു. ഈ 3 പേരുടെ ഇടയ്ക്ക് ജീവിക്കാനൊരു സ്ഥലം ഉണ്ടാക്കുന്നത് നിസ്സാര സംഗതിയാണ്. സ്ഥലമല്ല, ഒരു സിംഹാസനം. സത്യം, സിംഹാസനം തന്നെയാണ്. കാരണം ONV, P. ഭാസ്കരൻ, വയലാർ, ഈ 3 പേര് ചലഞ്ച് ചെയ്യാൻ സാധ്യമല്ല. അവർ ഉള്ളൂർ, വള്ളത്തോൾ, കുമാരനാശാൻ എന്ന് പറയുന്ന ആ കവിത്രയത്തിന് ശേഷം, മഹാകവിത്രയത്തിന് ശേഷം വന്ന 3 കവിത്രയങ്ങൾ ഇവരാണ്. പ്രൊഫസർ എം കൃഷ്ണൻ നായർ മാപ്പ് തരട്ടെ, അദ്ദേഹം അത് അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം വയലാറിനെയൊക്കെ മാറ്റലിക്കവി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് പോട്ടെ, അത് വേറൊരു വിഷയമാണ്, നമുക്ക് വേറൊരു ദിവസം അത് ചർച്ച ചെയ്യാം. ഇതിൻ്റെ നടുക്ക് തൻ്റേതായ ഒരു സിംഹാസനം വലിച്ചിട്ട് ഇരുന്ന് സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ച ആളായി, രാജാവായി തുടരുന്ന. സംസ്കൃതത്തിൽ പറയും, നാഭിഷേകോ നസംസ്കാര സിംഹസ്യ ക്രിയദേവനെ വിക്രമാർജിത സത്വസ്യ സ്വയമേവ മൃഗേന്ദ്രത. കാട്ടിൽ സിംഹം രാജാവാകുന്നത് ആരെങ്കിലും അഭിഷേകം ചെയ്തിട്ടോ, ചടങ്ങുകൾ, സംസ്കാരം ഒക്കെ, ഷോഡശ സംസ്കാരം, ഈ പരിപാടിയൊന്നും ചെയ്യാതെയാണ് അദ്ദേഹം സ്വന്തം വിക്രമം കൊണ്ടാണ് സിംഹം രാജാവായത് കാട്ടിൽ. അതുപോലെ നാട്ടിൽ സ്വന്തം പരിശ്രമം കൊണ്ടും വിക്രമം കൊണ്ടും പ്രതിഭ കൊണ്ടും സ്വയം രാജാവായിട്ട് വാഴിക്കപ്പെട്ടവനാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ വേറൊരു ക്യാരക്ടർ അദ്ദേഹം മാത്രം. ഇത്രയധികം ഏരിയയിൽ കൈവച്ച വേറെ ആൾക്കാർ എൻ്റെ അറിവിലില്ല. മലയാള സിനിമയിൽ മറ്റാരുമില്ല. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഉപേക്ഷിക്കപ്പെട്ടവൻ, നിർമ്മാണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിൻ്റെ പാട്ടിന് ഞാൻ സംഗീതം ചെയ്യുന്നില്ല എന്ന് ദേവരാജൻ, തൻ്റെ ഹാർമോണിയക്കാരനെ കൊണ്ട് ഞാൻ സംഗീതം ചെയ്യിക്കുമെന്ന് ശ്രീകുമാരൻ തമ്പി. എന്ത് വ്യത്യാസമാണെന്നറിയാമോ അന്ന് ദേവരാജനും ശ്രീകുമാരൻ തമ്മിന്ന്. എന്നിട്ട് ദേവരാജൻ്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചിട്ട് MK അർജുനെ കൊണ്ട് മനോഹരമായ പാട്ടുകൾ. ആ MK അർജുനൻ പിന്നെ മലയാള ചലച്ചിത്രഗാന ശാഖയെ ഒരുപാട് കാലം എന്ന് മാത്രമല്ല, അർജുനൻ സംഗീതം കൊടുത്ത് യേശുദാസിനെ കൊണ്ട് പാടിക്കുന്നു. ദേവരാജൻ പുറത്ത് നിന്ന് ഇത് കേൾക്കുന്നു. അതിൽ ചില്ലറ വ്യത്യാസം വരുത്താൻ ദേവരാജൻ അർജുനോട് നിർദ്ദേശിക്കുന്നു. ദേവരാജനും ശ്രീകുമാരൻ തമ്പിയും തമ്മിൽ വഴക്കാണ്. ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടാണ്. ആ പാട്ടിന് MK അർജുനൻ സംഗീതം കൊടുക്കുന്നു, യേശുദാസിനെ പഠിപ്പിക്കുന്നു. ആ സീനിൽ വോളണ്ടറിലി ആയിട്ട് ദേവരാജൻ ഈ പാട്ട് കേട്ട് കഴിയുമ്പോഴല്ല മറ്റെല്ലാം ദേവരാജന് പറക്കും. ഒന്നത് കുത്തിയെടുക്കട എന്ന് പറയും. എനിക്ക് തോന്നുന്നു പിക്നിക്കിലെ പാട്ടോ മറ്റോ ആണ്. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു. അപ്പോൾ ആ തൊട്ടു എന്നുള്ളതിനൊരു കുത്തൽ വേണം. ആ കുത്തൽ വരുന്നില്ല MK അർജുനൻ്റെ പാട്ടിൽ. അപ്പോൾ മാഷ് പറഞ്ഞു, ഒന്ന് കുത്തിയെടുക്കുക. അത് അപ്പോൾ കുത്തിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MK അർജുനന് മനസ്സിലാവും, യേശുദാസിന്. എടുത്തു കഴിഞ്ഞപ്പോൾ അതിനൊരു മനോഹാരിത വന്നു. അപ്പോൾ അങ്ങനെ വെല്ലുവിളിച്ചു എന്നുള്ളതുകൊണ്ട് ദേവരാജൻ മനസ്സുകൊണ്ട് ശ്രീകുമാരൻ തമ്പിയെ ഉപേക്ഷിച്ചൊന്നുമില്ല. ശ്രീകുമാരൻ തമ്പിയെ ഉപേക്ഷിച്ചില്ല. പിന്നെ അവർ വീണ്ടും ഇതായി. അങ്ങനെയായിരുന്നു ശ്രീകുമാരൻ തമ്പി. അദ്ദേഹം തൻ്റെ ഈ ആത്മാഭിമാനം അതിനെ സ്പർശിക്കുന്ന ഒരു കാര്യത്തിലും പുള്ളി കോംപ്രമൈസ് ചെയ്യില്ല. കംവാട്ട്. നമ്മുടെ മുതിർന്ന നടൻ മധു പറഞ്ഞൊരു കാര്യം ഇന്ന് ശ്രദ്ധയപ്പെട്ടു. അതായത് അദ്ദേഹത്തിൻ്റെ ഉമാ സ്റ്റുഡിയോയിൽ ആദ്യത്തെ സിനിമ ഷൂട്ട് ചെയ്യുകയാണ്. അസ്തമയം എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ പലരും പറഞ്ഞു, അസ്തമയം എന്നൊക്കെ എഴുതിയാൽ അറം പറ്റിപ്പോവും, ഇതോടെ ഉമാ സ്റ്റുഡിയോയുടെ കച്ചവടം തരും എന്ന് പറഞ്ഞു. ഇത് തമ്പിച്ചേട്ടനോട് പറയുകയും അദ്ദേഹം ഒരു പാട്ട് ഒരു രാത്രി കൊണ്ടുണ്ടായി. അസ്തമയം അസ്തമയം അപരാജിതർ തൻ ആലിംഗനം, നാളെ കിഴക്കുണരാൻ ഇന്ന് പടിഞ്ഞാറ് അസ്തമയം.
എത്ര മനോഹരമായ ഒരു അതെ. ഭാവനയാണ്. നെഗറ്റീവിനെ പോസിറ്റീവാക്കി. അല്ല, അപ്പം അസ്തമയം അങ്ങനെയാണ്. അസ്തമയം ഒരു അവസാനമല്ല, തുടക്കമാണ്. അത് വേറൊരു തുടക്കമാണ്, ആവർത്തനമാണ്, വേറൊരു തുടക്കമാണ്. അത് ശ്രീകുമാരൻ തമ്പിയുടെ ഭാവനയിൽ അത് ഭാരതീയമായൊരു ഭാവനയാണ്. ഈ ഓരോ മനുഷ്യനും യുഗപുരുഷനാവുന്നത് എങ്ങനെയാണ്? ഒരു യുഗം തീർന്നിട്ട് അടുത്ത യുഗം അദ്ദേഹം ഉണ്ടാക്കുകയും അതിൻ്റെ അടുത്ത യുഗത്തിൻ്റെ സൃഷ്ടാവായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അസ്തമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാത്രിയുടെ ഒരു തുടക്കമാണ്, അടുത്ത പ്രഭാതത്തിൻ്റെ തുടക്കമാണ്, വീണ്ടും അടുത്ത രാത്രിയുടെ തുടക്കമാണ്. ഇങ്ങനെ ചാക്രികമായിട്ട് പോകുന്നു. ഇതിൽ നിങ്ങൾക്ക് അസ്തമയം ഒരു പോയിൻ്റായിട്ട് അടയാളപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്, ചാക്രികമായതുകൊണ്ട്. ഒരു സർക്കിൾ എവിടെ ഉദിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഭാവന ശ്രീകുമാരൻ തമ്പി എന്നുള്ള ഭാരതീയൻ്റെ ഭാവനയാണ്. അതെ അതെ. ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ്. മറ്റുള്ളവർ നോക്കിക്കഴിയുമ്പോൾ ഈ ചന്ദനക്കുറിയും ഇതും ഒക്കെയുള്ള ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പൂക്കാസ എന്നൊക്കെ പറഞ്ഞ ആ കലാപരിപാടി ഇപ്പോഴും അനൗദ്യോഗികമായിട്ട് തുടരുന്നുണ്ടല്ലോ. ആ ടീമൊക്കെ ഇങ്ങനെ ഒരു ഗൂഢാലോചന ടീമായിട്ട് അവർ തീരുമാനിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുക, ബാക്കിയുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. എന്തിന് സാഹിത്യ അക്കാദമിയിൽ ഈ വണ്ടിക്കൂലി കൊടുക്കാൻ പോലും ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ കൊടുക്കുന്നത്. ഇവരുടെ ഈ ക്ലിക്കിൽ പെടാത്തത് കൊണ്ടാണ് ബാലേന്ദ്രൻ രൂപയും ലക്ഷങ്ങളും കൊടുക്കും. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ബ്രോഡ്ലി ഔട്ടർ സർക്കിളിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ വലയത്തിൽ തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലാതെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് വിട്ടുപോയിട്ടൊന്നുമില്ല. പക്ഷേ ബാലേന്ദ്രൻ ചുള്ളിക്കാടെന്നുള്ള ഉപഗ്രഹം കറങ്ങുന്നത് കുറച്ച് ദൂരത്തിലായിപ്പോയി. അതിൻ്റെ ശിക്ഷയാണ് ബാലേന്ദ്രന് കിട്ടുന്നത്. കുറച്ചുകൂടെ അടുത്തേക്ക് വരണം, മോദിയെ ചീത്ത പറയണം, പിണറായിയെ പുകഴ്ത്തണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് അംഗീകരിക്കാത്തൊരു കവിയാണ് ശ്രീകുമാരൻ. അല്ല, അദ്ദേഹത്തിന് ഭയമില്ല. ഇന്ന് 84-ാം പിറന്നാളുമായി ബന്ധപ്പെട്ട് വാർത്താമാധ്യമങ്ങളിൽ ചെന്നപ്പോഴും അദ്ദേഹം CPM-നെതിരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ എഴുത്തുകാരുടെ ഭയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അദ്ദേഹത്തിന് ഇനി ആരെ ഭയക്കാൻ? അതെ, ഇനിയെന്നല്ല, ആയ കാലത്ത് ഭയന്നിട്ടില്ല. സിനിമ നഷ്ടപ്പെടുമോ, സിനിമയ്ക്ക് പ്രചാരം കുറയുമോ, പാട്ട് സംഗീതം ചെയ്യാൻ ആളുണ്ടാകുമോ? ദേവരാജനെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയാണ് മലയാള സിനിമയിൽ. വേണ്ടടോ, താൻ സംഗീതം ചെയ്യണ്ട, തൻ്റെ ഹാർമോണിസ്റ്റിനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാം എന്ന് പറയുക. ആ കാലത്ത് അന്ന് എത്ര വലിയ സാധനങ്ങൾ നഷ്ടപ്പെടാനുണ്ട്. ഇന്ന് അദ്ദേഹം ജീവിതത്തിൻ്റെ സായന്ത്രത്തിലെത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കിട്ടാനൊന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. ഇന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. പക്ഷേ ഇത് അന്ന് പറഞ്ഞു എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. അന്നും അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരുന്നു, എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനെ കാണാനും പ്രയാസമാണ്. ഫിലിം ഫീൽഡിലുള്ള ഒരു മനുഷ്യൻ പോലും ശ്രീകുമാരൻ തമ്പി ഒരു മുൻചൂണ്ടിക്കാരനാണ്, അല്പം റഫാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുള്ളതല്ല. ഇതിനപ്പുറം ശ്രീകുമാരൻ തമ്പി ഒരു മോശം ക്യാരക്ടറാണെന്ന് ആരും പറയില്ല. അതെ, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വലിപ്പം. നമ്പർ 2, ഈ കലാകാരന്മാർക്ക് പൊതുവേ ഉള്ളതാണല്ലോ ലഹരി, സിഗരറ്റ്, മദ്യം. ഈ സാധനം ശ്രീകുമാരൻ തമ്പിയുടെ അടുത്തൂടെ പോലും പോയിട്ടില്ല. ഇത് ഉപയോഗിക്കേണ്ട പല ഘട്ടങ്ങളും അന്നത്തെ, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രണയഭംഗം തന്നെ, അത് കള്ളുകുടിക്കാനുള്ളൊരു എക്സ്ക്യൂസായിട്ട് സാധാരണ എല്ലാ ചെറുപ്പക്കാരും അന്നത്തെ കാലത്ത് എടുത്തിരുന്നു. ഇത് ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്നുകിൽ വണ്ടിക്ക് തലവയ്ക്കുക, തൂങ്ങിച്ചാകുക, അല്ലെങ്കിൽ കള്ള് ഷാപ്പിൽ പോവുക. ഈ 3 എണ്ണത്തിൽ ഒരെണ്ണം ചെയ്യും. ഇത് ഇദ്ദേഹം ചെയ്തില്ല. ഹി ജസ്റ്റ് സഫേർഡ് ത്രൂ ദാറ്റ് സൈലൻ്റ്ലി. അത് അസാമാന്യമായ കഴിവല്ലേ. എന്നിട്ട് അതൊരു ശ്രുതിയായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം ഇങ്ങനെ നിലനിൽക്കുക. അതേസമയം ഒരു ഉപദ്രവത്തിനും പോകാതിരിക്കുക. ഇതൊക്കെ ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ്സിനെ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രീകുമാരൻ തമ്പി ഒരു നല്ല മനുഷ്യൻ എന്ന് ഞാൻ പറയും. നല്ല മനുഷ്യൻ, മാതൃകാ ജീവിതം. ഏതായാലും മലയാളത്തിൻ്റെ നിസ്സംശയം പറയാം ഒരു മഹാകവി തന്നെയാണ് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി നമ്മൾ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ആശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.